സ്തോത്രം. ഇനി നീ ക്ഷീണിതനായി ഈ കിടക്കയിൽ ഇരിക്കത്തില്ല. നീ ബലം പ്രാപിക്കുവാൻ പോവുക. നീ എഴുന്നേൽക്കാൻ പോവുക. സ്തോത്രം. 38ാമത് വർഷം താനൊരു ശബ്ദം കേൾക്കുക. എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്ത് നടക്ക. എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്ത് നടക്ക. ഇന്ന് ആരോടൊക്കെയോ ദൈവാത്മാവ് വളരെ ശക്തമായി ദൂത് കൈമാറുക. വർഷം ചിലതായി കിടക്കുന്ന വിഷയങ്ങളെ നോക്കിക്കൊണ്ട് ഞാൻ ആത്മാവിൽ ദൂത് കൈമാറുക. എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്ത് നടക്ക. നീ എഴുന്നേൽക്കാൻ പോവുക. നീ എഴുന്നേൽക്കാൻ പോവുക. സ്തോത്രം. ആരെന്നെ കൈപിടിച്ച് നടത്തും? ആരെന്നെ വിടുതലിലേക്ക് നടത്തും? ആരെന്നെ പ്രാർത്ഥനയിലേക്ക് എത്തിക്കും എന്ന് പറഞ്ഞിരിക്കുന്ന വ്യക്തികളോട് ഞാൻ ആത്മാവിൽ ദൂത് വിളിച്ചു പറയുക. നിന്നെ ഒരുവൻ സമീപിക്കുകയാണ്. നിന്നെ ഒരുവൻ സമീപിക്കുകയാണ്. നിന്റെ വിഷയത്തിനകത്ത് ദൂതനല്ല ഇറങ്ങുന്നത്. നിന്റെ വിഷയത്തിനകത്ത് എന്റെ കർത്താവ് ഇറങ്ങി വരിക. എന്റെ കർത്താവ് ഇറങ്ങി വരിക. എന്റെ കർത്താവ് ഇറങ്ങി വരിക. നീ പറയുക, ഇന്നലകളിൽ അവരുടെ വിഷയത്തിനകത്ത് ദൂതൻ ഇറങ്ങി. ഇന്നലകളിൽ അവരുടെ വിഷയത്തിനകത്ത് വലിയ ചലനമുണ്ടായി. ഞാനും ഒരു ചലനത്തെ പ്രതീക്ഷിച്ചിരിക്കുക. ഇപ്പൊ ഇരിക്കാൻ തുടങ്ങിയിട്ട് 38 വർഷമായി. ഇപ്പോൾ ഇരിക്കാൻ തുടങ്ങിയിട്ട് 38 വർഷമായി. ഇന്ന് ഞാൻ ആത്മാവിൽ ദൂത് വിളിച്ച് പറയുക, നീ ഇരിക്കാൻ തുടങ്ങിയിട്ട് 38 വർഷമായി എന്ന് കർത്താവിന് അറിയാം. ആ കർത്താവ് ആമേൻ നിന്നെ അറിഞ്ഞ്, നിന്റെ അവസ്ഥയെ അറിഞ്ഞ്, നിന്റെ വേദനയെ അറിഞ്ഞ് നിന്നെ സമീപിച്ചിട്ട് പറയുക, നിനക്ക് മനസ്സുണ്ടോ? നിനക്ക് മനസ്സുണ്ടോ? നീ ദൂതനെ വെയിറ്റ് ചെയ്യണ്ട. കുളം കലങ്ങുന്നത് നോക്കിയിരിക്കണ്ട. നിനക്ക് മനസ്സുണ്ട് എങ്കിൽ നീ എഴുന്നേൽക്കും. നിനക്ക് മനസ്സുണ്ട് എങ്കിൽ നീ വിടുതൽ പ്രാപിച്ച് എഴുന്നേൽക്കും. യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഞാൻ ആത്മാവിൽ ദൂത് വിളിച്ചു പറയുമ്പോൾ ആമേൻ കർത്താവിന്റെ നാമത്തിൽ ചിലർ എഴുന്നേൽക്കുവാൻ പോവുക. കർത്താവിന്റെ നാമത്തിൽ ചിലർ എഴുന്നേൽക്കാൻ പോവുക. അപ്പോസ്തല പ്രവൃത്തി 3:6 വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. നസ്രയനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കുക. തകർന്ന കുടുംബങ്ങൾ എഴുന്നേൽക്കട്ടെ. ഉടഞ്ഞ കുടുംബങ്ങൾ എഴുന്നേൽക്കട്ടെ. വാഗ്ദത്തത്തിനകത്തൊരു എഴുന്നേൽപ്പ് ഉണ്ടാകട്ടെ. അഭിഷേകത്തിനകത്തൊരു എഴുന്നേൽപ്പ് ഉണ്ടാകട്ടെ. ശുശ്രൂഷയിൽ ഒരു എഴുന്നേൽപ്പ് ഉണ്ടാകട്ടെ.